ഹലാവ 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 ഹലാവ. വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു. വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു. നബിയുടെ തിരുജന്മദിനവും ഇതാ വന്നു. നബിയുടെ തിരുജന്മദിനവും ഇതാ വന്നു. 15 സഹസ്രാബ്ദത്തിൽ നബിയുടെ മദ്ഹുകൾ ഞങ്ങൾ പറഞ്ഞു. അത് മർകസുൽ ബുശ്റയിൽ ആകെ നിറഞ്ഞു. അത് മർകസുൽ ബുശ്റയിൽ ആകെ നിറഞ്ഞു. മൗലിദ് മങ്കൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു. മൗലിദ് മങ്കൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു. ഹലാവ 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 ഹലാവ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിക്കുന്നതിൻ്റെ പ്രാമാണികമായ തെളിവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മൗലിദ് കഴിക്കാൻ യാതൊരു നിലക്കുമുള്ള തെളിവുകളില്ല, അംഗീകാരം ഇസ്ലാമിൽ അതിൻ്റെ അംഗീകാരമില്ല എന്ന് പറയുന്നവർക്ക് പരിശുദ്ധമായ ഇസ്ലാമുമായിട്ട് യാതൊരു ചരിത്രപരമായോ മറ്റോ ഉള്ള ഒരു അറിവും ഇല്ല എന്ന് നമുക്ക് മുമ്പ് നമ്മൾ ഉദ്ധരിച്ച ഉദ്ധരണികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവസാനം ഒരൊറ്റ ആയത്ത് കൂടി ഇവിടെ പരാമർശിക്കുകയാണ്. കാരണം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന് തെളിവായിട്ട്, നബിദിനം കഴിക്കുന്നതിന് തെളിവായിട്ട് നമ്മൾ ഓതാറുള്ള ആയത്ത് സൂറത്ത് യൂനുസിലെ 56, 57 ആയത്തുകളാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് തുടങ്ങുന്ന ആയത്ത് സാധാരണ നമ്മൾ ഓതാറുണ്ട്. ഈ ആയത്ത് കൂടി പരിശോധിച്ചിട്ട് ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഖുൽ നബിയെ തങ്ങൾ പറയുക, ബിഫദ്ലില്ലാഹി അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി അവൻ്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹു ഇതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ അവർ ഒരുമിച്ച് കൂടുന്ന എല്ലാ സമ്മേളനങ്ങളെക്കാളും ഏറ്റവും ഖൈറ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന സന്തോഷമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഏതാണ് ഈ ഫദ്ല്, ഏതാണ് റഹ്മത്ത്? അവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ ധാരാളം ആളുകൾ വബി റഹ്മത്തിഹി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആയത്തിനെ തഫ്സീർ പറയേണ്ടത് ആയത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ആണ്. അതിന് ഒന്നാം സ്ഥാനം അതിനാണ്. ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നമ്മൾ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ലോകത്തിനാകെ അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ലോകത്തിന് അനുഗ്രഹമായിട്ട് അയച്ചയാൾ റഹ്മത്തായിട്ട് അല്ലാതെ അങ്ങയെ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ
വബിറഹ്മത്തിഹി എന്ന ആയത്തിൻ്റെ തഫ്സീർ അഥവാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് ലഭിക്കും. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു തൻ്റെ മുസ്തദ്റക്കിൽ 150-ാമത് ഹദീസായിട്ട് ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാ, ഞാൻ റഹ്മത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്താണ് എന്ന് ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. രണ്ടാമത് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഇന്നമാ അന റഹ്മ, ഞാൻ ആരാണ്? റഹ്മത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ദുർറുൽ മൻസൂർ പരിശോധിച്ചാൽ അതിൻ്റെ 3-ാം വാള്യം 554-ാമത്തെ പേജിൽ നമുക്ക് കാണാം, വറഹ്മത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ദുർറുൽ മൻസൂരിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് റൂഹുൽ മആനി പരിശോധിച്ചാൽ അതിൻ്റെ 6-ാം വാള്യം 183-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന്. ഖുർത്തുബിയുടെ 8-ാം വാള്യം 392-ാമത്തെ പേജിൽ നോക്കിയാൽ നമുക്ക് കാണാം, വറഹ്മത്തു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് കാണാം. അതുപോലെ റഹ്മത്ത് അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് എന്ന് ബഹ്റുൽ മുഹീത്ത് 5-ാം വാള്യം 171-ൽ നമുക്ക് കാണാം. സഹോദരന്മാരെ, ഇവിടെയെല്ലാം റഹ്മത്ത് എന്ന് പറഞ്ഞത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ഈ തഫ്സീറുകളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നമുക്ക് ഒരു അനുഗ്രഹമുണ്ടായിക്കഴിഞ്ഞാൽ അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിൻ്റെ നിഅ്മത്ത് കൊണ്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അമ്മാ ബി നിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അക്സിറൂ ദിക്റ ഹാദിഹി നിഅ്മ, ഈ നിഅ്മത്തിൻ്റെ പറച്ചിലിനെ നീ വർദ്ധിപ്പിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ദുർറുൽ മൻസൂർ 6-ാം വാള്യം 613-ാമത്തെ പേജിൽ പറയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയൽ, ഫഇന്ന ദിക്റുഹു ശുക്റുൻ, ശുക്ർ ചെയ്യൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും നിർബന്ധമാണ് അല്ലേ? അപ്പോൾ ശുക്ർ, ഈ നിഅ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അൻ നിഅ്മത്തുൽ കുബ്ര അലൽ ആലം എന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതിയ മൗലിദിന് പേരിട്ടത് അൻ നിഅ്മത്തുൽ കുബ്ര അലൽ ആലം എന്നാണ്. ഈ ലോകത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, വേറെയും ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫദക്കിറുഹും ബി അയ്യാമില്ലാ, ഫദക്കിറുഹും ബി അയ്യാമില്ലാ എന്ന് അള്ളാഹു പറയുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അൻ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, എന്താണ് ഫദക്കിറുഹും ബി അയ്യാമില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ബി നിഅമില്ലാ, അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ പറയണം. അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് പറയണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്ത് ആരാണ്?
ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ ഏറ്റവും വലിയ നിഅമത്ത് കൊണ്ടുള്ള പറച്ചിൽ. അതുകൊണ്ട് നിങ്ങൾ അതിനെ പറയണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അഥവാ അവിടുത്തെ മൗലിദ് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാണ് അർത്ഥം. ഇനിയും നോക്കൂ സഹോദരന്മാരെ, ഇത് ഇബ്നു കസീർ 2-ാം വാള്യം 449 ഇത് നമുക്ക് കാണാവുന്നതാണ്. ഇനിയും നമ്മൾ നോക്കൂ, ഫദക്കിറുഹും ബി അയ്യാമില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മഹാനായ തിബിരി തന്നെ 4-ാം വാള്യം 571 എന്ന പേജിൽ പറയുന്നുണ്ട്, ഐ ബി നിഅമി അയ്യാമില്ലാ, അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽ അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. ഫഖാല മുജാഹിദുൻ, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഐ ബിൻ നിഅമില്ലത്തി അൻഅമല്ലാഹു ബിഹാ അലൈഹിം ഫദക്കിറുഹും ബി അയ്യാമില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഐ ബിൻ നിഅമില്ലത്തി അൻഅമല്ലാഹു അലൈഹിം, അവരുടെ മേൽ അള്ളാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് നിങ്ങൾ പറയുക. എന്നിട്ട് വേറെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹ് ഐ അൻഅമ വതഫല്ലല, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു എന്ന് പറഞ്ഞു. അള്ളാഹ് ചെയ്ത അനുഗ്രഹം എന്താണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി. എന്താണ് അള്ളാഹ് ചെയ്ത അനുഗ്രഹം? അള്ളാഹു പറയുകയാണ്, ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ, മുഅ്മിനീങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രവാചകനെ അള്ളാഹു അയക്കൽ കൊണ്ട് അള്ളാഹു അനുഗ്രഹം ചെയ്തു. ഇവിടെ മന്നല്ലാഹു, അള്ളാഹു മന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ അൻഅമ, അള്ളാഹു നിഅമത്ത് ചെയ്തു, അനുഗ്രഹം ചെയ്തു എന്നാണ്. വസമ്മൈതു നിഅമത മന്നതൻ ലിഅന്നഹു മിന്നതൻ ലിഅന്നഹു യഖ്തഉ ബിഹാ, നിഅമത്തിന് എന്ത് മിന്നത്ത് എന്ന് പേര് വയ്ക്കാനുള്ള കാരണം അതുകൊണ്ട് എന്ത് ചെയ്യും? തീരുമാനമെടുക്കപ്പെടും, ഉറപ്പിക്കപ്പെടുന്നതാണ്. എന്തിനെ തൊട്ട്? മുറിക്കപ്പെടുന്നതാണ്. എന്തിനെ തൊട്ട് മുറിക്കപ്പെടുന്നതാണ്? അനിൽ ബലിയ, ബലിയത്തുകളെ മുറിക്കപ്പെടുന്ന സംഗതിയാണെന്ത്? നിഅമത്തുകൾ. നിഅമത്തുകൾ പരീക്ഷണങ്ങളെ എന്ത് ചെയ്യുന്നതാണ്? മുറിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ നിഅമത്താരാണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് നമുക്ക് റൂഹുൽ മആനി 450 നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫഇന്ന വുജൂദഹു, നിശ്ചയമായിട്ടും അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന വുജൂദഹു, നിശ്ചയമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദ്, ഫീക്കും, നിങ്ങളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദ്, മിൻ അഅ്ളമി നിഅമതി അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വണ്ണമായ അനുഗ്രഹമാണ് എന്നാണ് ഈ പറഞ്ഞതെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ 3-ാം വാള്യം 417 പേജിൽ പറയുന്നുണ്ട്. വേറെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, സൂറത്തു ഇബ്രാഹീമിന്റെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റാ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ അവര് മാറ്റിമറിച്ചു, കുഫ്റൻ, കുഫ്റായിട്ട് മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദുർറുൽ മൻസൂർ 458 പറയുകയാണ്, അൻ-നിഅമത്തു, ഇവിടെ ബദ്ദലു നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തിനെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൻ-നിഅമത്തു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിഅമത്ത് എന്ന്
എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഅ്മിനീങ്ങൾക്ക് ചെയ്ത നിഅമത്ത് ഏറ്റവും വലിയ നിഅമത്താണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിഅമത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്തിലൂടെ, അതുപോലെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന എന്ന ആയത്തിലൂടെ ഒക്കെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മുഹമ്മദുൻ ദിക്റുഹു ഫർദുൻ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതേ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പറച്ചിൽ, അവിടത്തെ കുറിച്ച് പറയല് റൂഹുൻ ലി അൻഫുസിനാ, നമ്മുടെ ഹൃദയങ്ങൾക്ക് അത് വലിയ ആനന്ദമാണ്, വലിയ വളർച്ചയാണ്, അത് നമ്മുടെ വലിയ ആത്മാവാണ്. റസൂലുള്ളാഹിയെ കുറിച്ച് പറയുക എന്നുള്ളത് അത് നമ്മളുടെ റൂഹാണ്, ആത്മീയമായ വളർച്ചയാണ്. മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അതെ ആ റസൂലുള്ളാഹിക്ക് ശുക്ർ ചെയ്യല് അത് നമ്മുടെ മേൽ നിർബന്ധമാകുന്നു. അതുകൊണ്ടാണ് സഹോദരന്മാരെ മഹാന്മാര് പറഞ്ഞത്, ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഇമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മഹാനായ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് ചൊല്ലിയ മൗലിദാണിത്. ആ മൗലിദിൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടലും അവിടുത്തെ മദ്ഹ് പറയലും അത് ഖൈറുൽ അമൽ, അമലുകളിൽ വെച്ച് ഖൈറായ അമലാണ്. ഫഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എത്തിക്കപ്പെടുന്നതാണ്, ആഗ്രഹങ്ങൾ വീട്ടപ്പെടുന്നതാണ്. നാരിയത്തു സ്വലാത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തൻഹല്ലു ബിഹിൽ നുഖദു വ തൻഫരിജു ബിഹിൽ ഖുറബു വ തുഖ്ലാ ബിഹിൽ ഹവായിജു വ തുനാലു ബിഹിർ റഗായിബ്. ആഗ്രഹങ്ങളെ എത്തിക്കപ്പെടും. എന്തുകൊണ്ട്? ഈ സ്വലാത്ത് കൊണ്ട്, മദ്ഹ് കൊണ്ട്, മൗലിദ് കൊണ്ട്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട്. എന്നിട്ട് പറയുകയാണ് വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഇമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്നത് എന്താണെന്നറിയുമോ? അവിടുത്തെ ശഫാഅത്ത് കൊണ്ടുള്ള, അവിടുത്തെ ശഫാഅത്ത് കൊണ്ടുള്ള ജാമ്യമാണ്. മാത്രമല്ല എവിടെ? ഇൻദൽ ഇലാഹി മുനഇമൻ തൻഈമാ. ഇലാഹായ അല്ലാഹുവിന്റെ അടുക്കൽ അവന് എന്ത് കിട്ടുന്നതാണ്? ശഫാഅത്ത് ലഭിക്കാൻ
എടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ജാമ്യം നിൽക്കുന്നതാണ്. റസൂലുള്ള ഏറ്റെടുക്കുന്നതാണ് ഇവന്റെ ശഫാഅത്തിനെ. അതുകൊണ്ട് ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, സഹോദരന്മാരെ, ആ മുത്തുനബിയുടെ മദ്ഹുകൾ ധാരാളമായി പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദ്ഹുകൾ പറഞ്ഞാൽ, മൗലിദ് കഴിച്ചാൽ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലിയാൽ, അവിടുത്തെ മഹബത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, പ്രവർത്തികൾ പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. ആ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.